നമുക്കൊരു ജോമെട്രിയുടെ പ്രോബ്ലം നോക്കാം. ഇവിടെ ട്രയാങ്കിൾ പി ക്യു ആർ എസ് ആൻഡ് ടി ആർ പോയിൻ്റ് ഓൺ പി ക്യു ആൻഡ് പി ആർ റെസ്പെക്റ്റീവ്ലി ആൻഡ് എസ് ടി പാരലൽ ടു ക്യു ആർ ആണ്. അപ്പോൾ എസ് ടി എന്ന ലൈനും ക്യു ആർ എന്ന ലൈനും പാരലൽ പറയുന്നുണ്ട്. കൂടാണ്ട് എസ് ആൻഡ് ടി ആർ പോയിൻ്റ് ഓൺ സൈഡ് പി ക്യു ആൻഡ് പി ആർ റെസ്പെക്റ്റീവ്ലി. ഇവിടെ അത് കഴിഞ്ഞ് ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ ഏരിയയുടെ വാല്യൂ 36 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നും പറയുന്നുണ്ട്. കണ്ടുപിടിക്കേണ്ട പി എസ് ടിയുടെ ഏരിയ. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് സൈഡ്സിൻ്റെ മെഷർമെൻറ്റ് തന്നിരിക്കുന്നത്, പക്ഷെ കണ്ടുപിടിക്കേണ്ടത് ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ. അപ്പം നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ എന്താ കിട്ടുക? സൈഡ്സിൻ്റെ മെഷർമെൻറ്റ് കിട്ടും. അപ്പം സൈഡ്സിൻ്റെ മെഷർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റേഷ്യോ ആയില്ലേ? അപ്പോൾ സൈഡ്സിൻ്റെ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ എന്താ? ജസ്റ്റ് സ്ക്വയർ ചെയ്യുമ്പം ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ റേഷ്യോ ആയില്ലേ അല്ലേ? അപ്പം പി ക്യു ആറിൻ്റെ ഏരിയയുടെ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വൽ വാല്യൂ ഇവിടെ കിടപ്പുണ്ട് 36 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ആ ഒരു മെത്തേഡ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ മനസ്സിലാവും ഇവിടെ എസ് ടിയും ക്യു ആറും പാരലലാണ്. അപ്പോൾ നമുക്കറിയാം രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സ് ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഈ ആംഗിളും ഈ ആംഗിൾ ഈക്വൽ അല്ലേ? ആ ഒരു പ്രോപ്പർട്ടി വെച്ച് ഇവിടെ സിമിലാരിറ്റി പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ ഈ ആംഗിളും ഈക്വൽ ആയില്ലേ? കാരണം എസ് ടി ക്യു ആർ പാരലല, പി ക്യു എന്ന ഈ ലൈൻ കട്ട് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയില്ലേ? അതുപോലെ ഇവിടെയും ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയില്ലേ? ഇനി വേറൊരു ആംഗിൾ കൂടെ ഉണ്ട്. ഏതാ? പി എന്ന ആംഗിൾ രണ്ട് ട്രയാങ്കിളിനും കോമണാണ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിൾ ഈക്വൽ ആയില്ലേ? അപ്പം ട്രയാങ്കിൾ പി ക്യു ആർ സിമിലർ ടു ട്രയാങ്കിൾ പി എസ് ടി ആയില്ലേ? അപ്പം സിമിലാരിറ്റി വരുന്ന ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി എന്താ? ഈക്വലായിട്ട് വരുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും അല്ലേ? ഇനി ഇവിടെ നോക്കി നോക്കാം നമുക്ക് എങ്ങനെയാണ്. ഇപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ഏത് ട്രയാങ്കിളാണോ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് അത് തന്നെ നെക്സ്റ്റ് റേഷ്യോയിലും കൺസിഡർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ട്രയാങ്കിൾ പി എസ് ടി ആണ് ഞാൻ ഇവിടെ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പി എസ് ടിയിൽ എസ് എന്ന് പറഞ്ഞ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സിൻ്റെ ലെങ്ത് എന്താ? പി ടി അല്ലേ? അതിൻ്റെ വാല്യൂ എന്താ? x-4 അല്ലേ? അപ്പം അതുപോലെ എസ്സിന് ഈക്വലായിട്ട് വരുന്ന വലിയ ട്രയാങ്കിളിൻ്റെ ആംഗിൾ എന്താ? ക്യൂയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എന്താ? പി ആർ അല്ലേ? പി ആർ മീൻസ് എന്താ? പി ടി പ്ലസ് ടി ആർ, x-4 പ്ലസ് എക്സ്. അപ്പം 2x-4 ഈക്വൽ ടു, നേരത്തെ ഇവിടെ ഞാൻ പി എസ് ടിയുടെ മെഷർമെൻറ്റ് കൺസിഡർ ചെയ്തത്, അടുത്ത റേഷ്യോയിലും അതേ പി എസ് ടിയുടെ ട്രയാങ്കിളിൻ്റെ റേഷ്യോ എടുക്കേണ്ടത്, സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഇനി ടി എന്ന ആംഗിൾ കൺസിഡർ ചെയ്യാം. പക്ഷേ ഒരു പ്രോബ്ലം എന്തെന്നാൽ ടിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡിൻ്റെ മെഷർമെൻറ്റ് നമുക്കിവിടെ തന്നിട്ടില്ല, അതുപോലെ ആറിൻ്റെ മെഷർമെൻറ്റ് ഇവിടെ തന്നിട്ടില്ല. അപ്പം നമുക്കത് കൺസിഡർ ചെയ്യേണ്ട. ഇനി വേറൊരു ആംഗിളും ഉണ്ടല്ലോ, ഈ പി എന്ന് പറയുന്ന ആംഗിൾ. പി എന്ന ആംഗിൾ രണ്ട് ട്രയാങ്കിളും കോമണാണ്. അപ്പം ചെറിയ ട്രയാങ്കിൾ പി എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാ? എസ് ടി അല്ലേ? അതിൻ്റെ വാല്യൂ എന്താ? x-3 ഡിവൈഡഡ് ബൈ വലിയ ട്രയാങ്കിളിൻ്റെ പിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ക്യു ആർ അല്ലേ? അതിൻ്റെ വാല്യൂ എന്താ? x+7. ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ? ഇവിടെ x² ഉണ്ട്, ഒരു +7x ഉണ്ട്, -3x ഉണ്ടല്ലേ? അപ്പം +3x ആയി. ഇനി -28 അല്ലേ? റൈറ്റ് സൈഡ് വരുമ്പോൾ ഇവിടെ ഒരു 2x² ആയി. ഇവിടെ ഒരു -6x ഉണ്ട്, -4x ഉണ്ട്. അപ്പം -10x. പിന്നീട് -3 ഉണ്ട്, -4 ഓക്കെ. ജസ്റ്റ് ഇങ്ങനെ എഴുതുക. അല്ലാണ്ടെങ്കിൽ മറ്റേ രീതിയിൽ കൺവെൻഷണൽ മെത്തേഡ് ചെയ്യുമ്പോൾ ഭയങ്കര ടൈം കൺസ്യൂമിങ്ങാണ്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഓർഡർ ആക്കാം. x² റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഇവിടെ x² ആയി, ഇവിടെ -13x ആയി, ഇവിടെ +14 ആയി, ഈക്വൽ ടു 0 വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആഡ് ചെയ്യുമ്പോഴും -30 വന്നിട്ടുണ്ട്. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ -30. അത് കഴിഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14 വരുന്നുണ്ട്. രണ്ട് നമ്പർ ചൂസ് ചെയ്യുക. നമുക്കറിയാം ജസ്റ്റ് ഏതാ? 8, 5. ഓക്കെ, 8, 5 40 ആഡ് ചെയ്യുമ്പോൾ -13 വേണം. അപ്പം ജസ്റ്റ് ഇത് രണ്ട് മൈനസ് ആക്കുക. -13 ആയാലും ആഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും 14 ആയി. പക്ഷേ ഇനി ജസ്റ്റ് സൈൻ ചേഞ്ച് ചെയ്യുക. നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഒരു പ്രോപ്പർട്ടി അത്. ഇവിടെ പറയുന്നുണ്ട് x ≠ 5. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വാല്യൂ അല്ല. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ? 8 ആയി. ഓക്കെ, ഇനി നമുക്ക് ഏതെങ്കിലും രണ്ട് റേഷ്യോയിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ
നമുക്ക് ഇവിടെ ഇവിടെ പി ടി നോക്കാം. അപ്പോൾ പി ടിയുടെ ലെങ്ത് പി ടി ഈക്വൽ ടു എക്സ് മൈനസ് 4 അപ്പം 8 മൈനസ് 4 4. അതുപോലെ വലിയ ട്രയാങ്കിളിൽ പി ടി കറസ്പോണ്ടൻസ് ആയ സൈഡ് ഏതാ? പി ആർ അല്ലേ? പി ആറിൻ്റെ വാല്യൂ എന്താ? 2x മൈനസ് 4. പി ആർ 2x മൈനസ് 4 എന്താ? 2x മീൻസ് 16 മൈനസ് 4 12 അല്ലേ? ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ആക്കുമ്പോൾ 1/3 ആയില്ലേ? അത് റേഷ്യോയുടെ വാല്യൂ ആണ്. ഓക്കെ, 1/3 കിട്ടി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പി ടി എന്ന് പറഞ്ഞ ലൈൻ എടുത്തില്ലേ, അത് എസ്സിന് ഓപ്പോസിറ്റ് വരുന്നതാണ്. അത് വലിയ ട്രയാങ്കിളിൽ ആ എസ്സിന് ഈക്വലായിട്ട് വരുന്ന ആംഗിൾ ക്യൂ ആയതുകൊണ്ട് അതിന് ഓപ്പോസിറ്റ് എടുത്തത്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ സൈഡ്സിൻ്റെ റേഷ്യോ ആയി. നമുക്ക് ക്വസ്റ്റ്യൻ എന്താ? ഏരിയയുടെ വില തന്നിരിക്കുന്നത്. അപ്പം വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. നമുക്കിനി സൈഡ്സിൻ്റെ റേഷ്യോ നിന്ന് ഏരിയയിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ജസ്റ്റ് സ്ക്വയർ ചെയ്യുക. കാരണം സൈഡ് മെഷർ ചെയ്യുന്നത് എന്താ? സെൻറ്റിമീറ്ററിലാണ്. ഏരിയ മെഷർമെൻറ്റ് ചെയ്യുന്നത് എന്താ? സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ്. അതുകൊണ്ട് ഏരിയ സൈഡ്സിൻ്റെ റേഷ്യോ ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്വയർ എടുക്കുക, ഏരിയയുടെ റേഷ്യോ ആയി 1/9 ആയി. അപ്പം വലിയ ട്രയാങ്കിളിൻ്റെ റേഷ്യോ ആക്ച്വൽ വാല്യൂ എന്താ തന്നിരിക്കുന്നത്? 36 സെൻറ്റിമീറ്റർ സ്ക്വയറാ ഇൻറ്റു 4. അപ്പം ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ ആയ പി എസ് ടിയുടെ റേഷ്യോ എന്താ? ഇൻറ്റു 4 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ? ഇത് എവിടെ പോകേണ്ട ആൻസറായി? ഇവിടെയെല്ലാം സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഈസി അല്ലേ?